വേൾഡ് കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഫുട്ബോൾ വാർത്തകൾ പെട്ടെന്നറിയാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വാർത്തകളും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. വീഡിയോയിലോട്ട് കടക്കാം. വേൾഡ് കപ്പിന് ഓരോ ദിവസങ്ങളും എണ്ണി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ഫുട്ബോൾ ആരാധകർ ഏറെ ആവേശത്തോടെ തങ്ങളുടെ ടീമിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപനത്തിന് വേണ്ടിയെല്ലാം കാത്തിരിക്കുകയാണ്. നിലവിൽ ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പ് എന്ന ചരിത്രകരമായ വേൾഡ് കപ്പാണ് ഈ 2026 നടക്കാൻ പോകുന്നത്. 3 രാജ്യങ്ങളിലായി അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിങ്ങനെ 3 രാജ്യങ്ങളിലായി നടക്കുന്ന വേൾഡ് കപ്പ് കൂടിയാണ് 2026 ഈ വേൾഡ് കപ്പിൽ ഫിഫ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പല കാര്യങ്ങളിലായി. കോർണറിന്റെ വാർ ചെക്കിംഗ്, എതിർതാരങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖം പൊത്തി സംസാരിച്ചാൽ ഉടനെ തന്നെ റെഡ് കാർഡ് നൽകൽ എന്നിങ്ങനെ പല നിയമങ്ങളും ഈ വേൾഡ് കപ്പിൽ നടപ്പാകും. അതേസമയം മറ്റൊരു അതിശയകര മാറ്റം കൂടി ഈ വേൾഡ് കപ്പിൽ വരുന്നുണ്ട്. ഈ വേൾഡ് കപ്പോടുകൂടി ഫിഫ പുതുതായി വരുത്താൻ ആലോചിക്കുന്ന പുതിയ രീതി ഇങ്ങനെയാണ്. നിലവിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ സിംഗിൾ പ്ലെയർ വാക്കൗട്ടാണ് ഓരോ കളിക്കാരനും മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന രീതി. ഒപ്പം താരങ്ങൾ ഓരോ കുട്ടികളെയും കൊണ്ടുവരാറുണ്ട്. എന്നാൽ ആ ആശയം ഉപേക്ഷിക്കാനാണ് നിലവിൽ ഫിഫ ഒരുങ്ങുന്നത്. നിലവിലുള്ള ഓരോ താരങ്ങളായി മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ നിന്ന് മാറി തികച്ചും പുതിയൊരു വാക്കൗട്ട് ഫോർമാറ്റാണ് നിലവിൽ ഫിഫ ഉപയോഗിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ടീം ഒരുമിച്ച് മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന രീതിയാണ് ഫിഫ ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നേരെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 7സിലും 5സിലും കാണുന്നത് പോലെ തന്നെ താരങ്ങൾ ഒരുമിച്ച് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന അതേ രീതി. അങ്ങനെയായിരിക്കും ഈ വേൾഡ് കപ്പിൽ ഫിഫ പുതുതായി വൈക്കൗട്ട് രീതി നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫിഫയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.